പ്രകാശൻ ചുനങ്ങാട് എഴുതിയ പാണൻമലയിലെ ദൈവം എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ. കഥ പാണൻമലയിലെ ദൈവം. പാണൻമല കയറാനും കുഞ്ചുണ്ണിമൂത്താരെ കണ്ട് അനുഗ്രഹം വാങ്ങാനും ഉപദേശിച്ചത് അച്ഛൻ തന്നെയാണ്. പാർട്ടിയുടെ പ്രാദേശിക നേതാവായിരുന്നു അച്ഛൻ. അച്ഛനെ നേതാവെന്ന് വിളിക്കാമോ? സംശയമാണ്. അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഇട്ടാവട്ടത്തിൽ ഒതുങ്ങി. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അച്ഛൻ ജാഥകൾക്ക് മുമ്പിൽ നടന്നു. സമരം നടത്തി. സർക്കാർ ആഫീസുകൾ പിക്കറ്റ് ചെയ്തു. റെയിൽവേ പാളത്തിൽ കുത്തിയിരുന്നു. ഹർത്താലുകൾക്ക് വാഹനം തടയാനും കടകൾ അടപ്പിക്കാനും മുന്നിട്ടിറങ്ങി. പോലീസിൻ്റെ ആദ്യത്തെ അടി എപ്പോഴും അച്ഛൻ ഏറ്റുവാങ്ങി. അച്ഛൻ്റെ തല പൊട്ടി. ചോര വീണ് അച്ഛൻ്റെ മുണ്ടും വെളുത്ത കുപ്പായവും ചുവന്നു. പാർട്ടിയുടെ തലപ്പത്തു നിന്ന് വരുന്ന കൽപ്പനകൾ അതേപടി അനുസരിക്കുകയായിരുന്നു അച്ഛൻ. എന്നിട്ടും എന്തുകൊണ്ടോ അച്ഛൻ രക്തസാക്ഷിയായില്ല. മരണത്തെ അച്ഛന് പേടിയുണ്ടായിരുന്നില്ലെങ്കിലും മരണം എപ്പോഴും അച്ഛനെ കവച്ചു വെച്ച് കടന്നുപോയി. ഉള്ളവരും ഇല്ലാത്തവരും ഒന്നാവുന്ന, ചൂഷകരും ചൂഷിതരുമില്ലാത്ത പുതിയൊരു ലോകം സ്വപ്നം കണ്ടുകൊണ്ടാണ് അച്ഛൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. ഇരുന്നുണ്ണാൻ ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു അച്ഛന്. ഇരിക്കുന്ന വീടും പറമ്പും ഒഴികെ ബാക്കിയെല്ലാം ഓരോ കാലത്തായി അച്ഛൻ വിറ്റുതുലച്ചു. പാർട്ടിക്ക് വേണ്ടി ഉഴിഞ്ഞിട്ട അങ്കക്കോഴിയായിരുന്നു അച്ഛൻ. തെരഞ്ഞെടുപ്പ് വന്നപ്പോഴൊക്കെ പാർട്ടി അച്ഛനെ മറന്നു. അച്ഛൻ്റെ കയ്യും പിടിച്ച് കളത്തിലിറങ്ങിയവർ MLA-മാരും മന്ത്രിമാരുമായി. പാർട്ടി അധികാരത്തിലേറുമ്പോൾ കൂടെ നടന്നിരുന്നവർ കീശ വീർപ്പിക്കുന്നതും മണിമാളിക പണിയുന്നതും ആഡംബരക്കാരിൽ ചാരിയിരുന്ന് പറക്കുന്നതും അച്ഛൻ കണ്ടു. നല്ല നാളെ സ്വപ്നം കണ്ട് നടന്നിരുന്ന അച്ഛന് അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അച്ഛൻ്റെ സ്വപ്നങ്ങളാണ് സഹചാരികൾ തൂക്കി വിറ്റത്. എടുക്കാത്ത നാണയമായി അച്ഛൻ ഉമ്മറത്തെ ചാരുകസേരയിൽ ഒതുങ്ങി. അച്ഛൻ്റെ ചോരയാണല്ലോ എൻ്റെ സിരകളിലും ഒഴുകുന്നത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് സംഘടനാ പ്രവർത്തനങ്ങളിലായിരുന്നു എനിക്ക് കമ്പം. കലുഷിതമായിരുന്നു ആ വർഷങ്ങൾ. കുട്ടികളെ ക്ലാസ് റൂമുകളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുവാനും അവരെ റോഡിൽ അണിനിരത്താനും അവരെ കൊണ്ട് ബസ്സിന് കല്ലെറിയിക്കാനും ഞാൻ ഉത്സാഹിച്ചു. പോലീസുകാർ ലാത്തി വീശി വരുന്നേരം ഞാൻ ദൂരേക്ക് മാറി നിന്നു. അടികൊണ്ട് നടുറോഡിൽ വീഴുന്നവരെ മുറ പോലെ ആശുപത്രിയിൽ എത്തിച്ചു. എതിർചേരിയിലുള്ളവരെ നിഷ്കരണം തല്ലിയൊതുക്കാൻ ഗുണ്ടകളെ കൂടെ നിർത്തി. വിദ്യാർത്ഥി സമരങ്ങൾ വിജയിപ്പിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. പാർട്ടിയുടെ തലപ്പത്തുള്ളവർ അപ്പോഴൊക്കെ എന്നെ പുറത്തു തട്ടി അനുമോദിച്ചു. ഇവൻ ഭാവിയുടെ വാഗ്ദാനമെന്ന് അവർ എടുത്തെടുത്ത് പറഞ്ഞു. ഉമ്മറത്തെ ചാരുകസേരയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന അച്ഛൻ എല്ലാം അറിയുന്നുണ്ടായിരുന്നു. നിനക്ക് നിന്റെ വഴിയെന്ന് അച്ഛൻ പറയാതെ പറഞ്ഞു. ഞാൻ സമരത്തിലേക്ക് ഇറക്കിവിട്ട പലരും പോലീസ് കേസിൽപ്പെട്ട് കോടതി കയറിയിറങ്ങി. അവരുടെ ജീവിതം വഴിമുട്ടി. ചിലർ ജയിലിലുമായി. ഞാൻ കൃത്യമായി പരീക്ഷകൾ എഴുതി. എൻ്റെ പരീക്ഷ വരുന്ന ദിവസങ്ങളിൽ ഞാൻ മനഃപൂർവ്വം സമരം മാറ്റിവെച്ചു. ഡിഗ്രി കഴിഞ്ഞ് ഞാൻ LLBക്ക് ചേർന്നു. എൻ്റെ ലക്ഷ്യവും മാർഗവും അച്ഛന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് അച്ഛൻ എന്നെ ഉപദേശിച്ചത്. നീ പാണൻമലയിൽ ചെന്ന് കുഞ്ചുണ്ണിമൂത്താരുടെ അനുഗ്രഹം വാങ്ങണം. ആരാണ് കുഞ്ചുണ്ണിമൂത്താര്? അച്ഛൻ്റെ പരിചയക്കാരനായിരിക്കും. അല്ലെങ്കിൽ അച്ഛൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ. അച്ഛൻ്റെ ഗുരുവാണെങ്കിൽ കാണാതിരിക്കുകയായിരിക്കും ഭംഗി. ഗുരുപദേശം കാരണമാണല്ലോ അച്ഛനിങ്ങനെ ഈ ചാരുകസേരയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നത്. നാട് ഭരിക്കുന്ന മന്ത്രിയായി കൊടിവെച്ച കാറിൽ ഓടി നടക്കേണ്ട മനുഷ്യനാണ്. സൗഭാഗ്യങ്ങൾ അച്ഛനെ തേടി വന്നിട്ടുണ്ടാവണം. എല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇപ്പോൾ. എൻ്റെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ അച്ഛൻ പറഞ്ഞു. പാണൻമലയുടെ ഒത്ത നെറുകയിലാണ് മൂത്താരുടെ പ്രതിഷ്ഠ. നീ മല കയറണം. ഒരു പൂവൻകോഴിയെയും കയ്യിൽ കരുതിക്കോ. മൂർച്ചയുള്ള കഠാരയും. കോഴിയുടെ കഴുത്തറുത്ത് ചോര കൊണ്ട് വിഗ്രഹത്തിൽ അഭിഷേകം നടത്തണം. കോഴിയെ താഴേക്ക് വലിച്ചെറിയണം. അഭീഷ്ടങ്ങൾ സാധിച്ചു തരണേ മൂത്താരെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിനക്ക് മടങ്ങാം. പൊന്തക്കാട്ടിൽ കുറുക്കന്മാർ ഓരിയിടുന്നുണ്ടാവും. നീ പേടിക്കരുത്. കുഞ്ചുണ്ണിമൂത്താരുടെ ശിഷ്യന്മാരായി നടന്നവരുടെ ആത്മാക്കളാണത്രേ കുറുക്കന്മാരായി കാവിന് ചുറ്റുമുള്ള കാടുകളിൽ വസിക്കുന്നത്. നിന്റെ ബലി കുഞ്ചുണ്ണിമൂത്താർക്കും അനുചരന്മാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സന്തോഷത്തിൻ്റെ ശബ്ദമാണ് നീ കേൾക്കുന്നത്. കുഞ്ചുണ്ണിമൂത്താര് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി നിനക്ക് ആത്മവിശ്വാസത്തോടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാം. വിജയീ ഭവ. അച്ഛൻ പാണൻമല കയറിയിട്ടുണ്ടോ? ഇല്ല മകനെ. കുഞ്ചുണ്ണിമൂത്താരുടെ അനുഗ്രഹം അച്ഛന് വേണ്ടെന്ന് അച്ഛൻ അന്ന് വാശി പിടിച്ചു. തലനരച്ചവർ ചിലരെങ്കിലും അച്ഛനെ വഴക്കു പറഞ്ഞു. അച്ഛൻ അനുസരിച്ചില്ല. എവിടെയാണ് അച്ഛാ പാണൻമല?
പഴയ വള്ളുവനാട് താലൂക്കിലാണെന്നാണ് കേൾവി. നീ ഒറ്റപ്പാലത്തേക്ക് വണ്ടി കയറ്. അവിടെ ചെന്ന് അന്വേഷിക്കേ, ആരെങ്കിലും പറഞ്ഞു തരും. കോഴിക്കോട്ട് നിന്ന് പാലക്കാട്ടേക്ക് പുലർച്ചെ ഒരു പാസഞ്ചർ വണ്ടിയുണ്ട്. ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ ഒറ്റപ്പാലത്തേക്ക് പുറപ്പെട്ടു. ഒറ്റപ്പാലത്ത് വണ്ടി ഇറങ്ങുമ്പോൾ 9 മണി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ഒരുപോലെ 4 പേരോട് ചോദിക്കേണ്ടി വന്നു പാണന്മല എവിടെയാണെന്ന് മനസ്സിലാക്കാൻ. പ്രായം ചെന്ന കാരണവർ കൃത്യമായി വഴി പറഞ്ഞു തന്നു. ദാ മണ്ണാർക്കാട് ബസ് കയറിക്കോ കുട്ടാ, അമ്പലപ്പാറ കഴിഞ്ഞ് കടമ്പൂർ സ്റ്റോപ്പിൽ ഇറങ്ങുക. ബസ് ഇറങ്ങി ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. കുഞ്ചുണ്ണി മൂത്താരുടെ അനുഗ്രഹം വാങ്ങാനാ? അതെ. കാരണവർ ചിരിച്ചു. ആ ചിരിക്ക് വേറെ എന്തെല്ലാമോ അർത്ഥങ്ങളുണ്ടെന്ന് തോന്നി. മിടുക്കൻ, നന്നായി വരട്ടെ. മണ്ണാർക്കാട്ടേക്കുള്ള ബസ് മുരണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങുകയാണ്. ഞാൻ ചാടിക്കേറി. ബസ് സ്റ്റാൻഡിൽ നിന്നിറങ്ങി കിഴക്കോട്ട് തിരിഞ്ഞ് ഒരു തോട്ടുപാലം കടന്ന് കയറ്റം കയറി ഇടത്തോട്ട്. റോഡിനോരത്തെ പഴയ മഞ്ഞ ബോർഡ് കണ്ടു. മണ്ണാർക്കാട്, ദൂരം 50 കിലോമീറ്റർ. വീതി കുറഞ്ഞ ടാറിട്ട റോഡ് വളവുകളും തിരിവുകളുമായി നീണ്ടു നീണ്ടു പോയി. ഒരു മലയുടെ അടിവാരത്തുകൂടിയാണ് ഇപ്പോൾ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏതാ ഈ മല? ഞാൻ തൊട്ടിരിക്കുന്ന ആളോട് ചോദിച്ചു. ഇതാണ് അനങ്ങൻ. പണ്ടൊരു കാലത്ത് ഇതൊരു അഗ്നിപർവ്വതമായിരുന്നു. അമ്പലപ്പാറ കവല കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടക്ടറെ ഓർമ്മിപ്പിച്ചു. കടമ്പൂര് അടുത്ത സ്റ്റോപ്പാണ്. എന്നെ കടമ്പൂർ ഇറക്കി ബസ് പുകയും പൊടിയും പറപ്പിച്ചുകൊണ്ട് വളവ് തിരിഞ്ഞു മറഞ്ഞു. വിജനമായ പ്രദേശം. ഓല കൊണ്ട് കെട്ടിമേഞ്ഞ ചെറിയ ചായക്കട കണ്ടു. സമോവറിൽ വെള്ളം തിളയ്ക്കുന്നു. കൊച്ചു കണ്ണാടി അലമാറയിൽ ഇനിയും ചെലവാകാത്ത ദോശയുടെ അടുക്ക്. സമോവറിന് തൊട്ട് ഗ്ലാസുകൾ കമഴ്ത്തി വെച്ച തകരം പതിച്ച ചായമേശ. മേശയ്ക്ക് പിന്നിൽ നിൽക്കുന്ന കൈയുള്ള ബനിയനിട്ട തലക്കെട്ടുകാരനായിരിക്കണം കടയുടെ മുതലാളി. ഒരു ചായ, വെള്ളം കുറവ്, പൊടിച്ചായ മതി. നിങ്ങൾ കോഴിക്കോട്ടെന്നല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? കോഴിക്കോട്ടുകാർ പൊടിച്ചായയുടെ ആൾക്കാരാ. വയസ്സിൻ്റെ പല്ലുപോലെ ഇളകിയാടുന്ന 2 ബെഞ്ച്. അതാണ് കടയിലാകെയുള്ള ഫർണിച്ചർ. വളരെ സൂക്ഷിച്ച് ബെഞ്ചിനെ ഒട്ടും നോവിക്കാതെ ഞാൻ ഒതുങ്ങിയിരുന്നു. മറ്റേ ബെഞ്ചിൽ 2 പേർ ചടഞ്ഞിരിപ്പുണ്ട്. വെയിൽ കൊണ്ട് കരിവാളിച്ച ദേഹമുള്ള തല നരച്ച ഒരാൾ. അയാൾക്ക് ഷർട്ടില്ല. ഒരു തോർത്തുമുണ്ട് അലസമായി തോളത്ത് കിടക്കുന്നു. ബെഞ്ചിൻ്റെ അങ്ങേ തലയ്ക്കൽ ഇരിക്കുന്നവൻ ചെറുപ്പക്കാരനാണ്. മുഷിഞ്ഞ ലുങ്കിയും നിറം മങ്ങിയ ഷർട്ടും. എവിടെന്നാ? തലനരച്ചയാളാണ് ചോദിച്ചത്. കോഴിക്കോട്ടുന്നാ. ആരെ കാണാനാ? പാണന്മല കയറണം. കുഞ്ചുണ്ണി മൂത്താരെ കണ്ട് അനുഗ്രഹം വാങ്ങണം. തലനരച്ചയാളും ചെറുപ്പക്കാരനും കോപ്പയിൽ നിന്ന് തിളച്ചു വെള്ളം ഗ്ലാസ്സിലെ ചായപ്പൊടിയിലേക്ക് പകരുന്ന തലയെക്കെട്ടുകാരനും ചിരിച്ചു. അപ്പോൾ ഉറപ്പിച്ചു? എന്ത്? ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തൊഴിൽ. കുട്ടിക്ക് പോലീസിനെ പേടിയില്ലേ? ഞാനെന്തിനാ പോലീസിനെ പേടിക്കുന്നേ? പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും. തലക്കെട്ടുകാരൻ ചായ ചൂടോടെ എൻ്റെ കയ്യിൽ തന്നു. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ നായരെ? അവനവന് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് ഈ നാട്ടിൽ. വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ രാഘവ. എന്നാ അപ്പോൾ അങ്ങനെ വെറുതെ ചോദിക്കണ്ട. നിങ്ങൾ കുടി പോവാൻ നോക്കിൻ. നായർക്ക് അതിഷ്ടപ്പെട്ടില്ല. അയാൾ തോർത്തുമുണ്ടൊന്ന് കുടഞ്ഞ് വീണ്ടും തോളത്തിട്ട് ഒരക്ഷരം ഉരിയാടാതെ പുറത്തേക്കിറങ്ങി. ഞാൻ അങ്ങേ ബെഞ്ചിലിരിക്കുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, മൂത്താരുടെ അമ്പലത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമോ? അതിനെന്താ മാഷേ, ഞാൻ റെഡി. ഒരു പണി കിട്ടിയ സന്തോഷത്തിലാണ് ചെറുപ്പക്കാരൻ. ഞാൻ തലക്കെട്ടുകാരനോട് പറഞ്ഞു, ഇയാൾക്കൊരു ചായ. കടുപ്പത്തിലായിക്കോട്ടെ രാഘവേട്ട, ചായ മാത്രം ആക്കണ്ട. 2 ദോശ, ഇത്തിരി ചട്നി. തലക്കെട്ടുകാരൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. രാഘവേട്ടൻ നീട്ടിയ പ്ലേറ്റ് അയാൾ ആർത്തിയോടെ വാങ്ങി. നിമിഷ നേരം കൊണ്ട് പ്ലേറ്റ് കാലിയാക്കി. കടയുടെ പുറത്തു വെച്ച മൺകലത്തിൽ നിന്ന് വെള്ളം മുക്കിയെടുത്ത് കുലുക്കി ഒഴിഞ്ഞു. ലുങ്കിയുടെ തലപ്പ് കൊണ്ട് കൈയും മുഖവും തുടച്ചു. അപ്പോഴേക്കും രാഘവേട്ടൻ്റെ ചായ റെഡി. അയാൾ ചായ ഊതി കുടിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, പൂങ്കോഴി വേണം, എവിടെ കിട്ടും? രാഘവേട്ടനാണ് മറുപടി പറഞ്ഞത്. ഞാൻ തരാം മാഷേ. ശങ്കര, ഒന്നിനെ പിടിച്ചു കൊടുക്ക്. ചെറുപ്പക്കാരൻ നേരെ കടയുടെ പിന്നാമ്പുറത്തേക്ക് നടന്നു. ഞാനും കൂടെ പോയി. അവിടെ കമ്പിവലയിട്ട കൂട്ടിൽ പൂവൻകോഴികളും പിടക്കോഴികളും കൊത്തിപ്പെറുക്കുന്നു. ഞാൻ മാത്രമല്ല കോഴിയെ അന്വേഷിച്ചു വരുന്നത്. പാണന്മല കയറാനും കുഞ്ചുണ്ണി മൂത്താരെ കാണാനും പലരും ഇവിടെ ബസ്സിറങ്ങുന്നുണ്ടാവണം. കൂട് തുറന്ന ശങ്കരൻ ഒന്നിനെ വകഞ്ഞു പിടിച്ചു. താഴെ കിടന്ന ചരടിൻ്റെ തുണ്ടുകൊണ്ട് കോഴിയുടെ കാല് 2 കൂട്ടിക്കെട്ടി. കോഴിയെ തലകീഴായി തൂക്കിപ്പിടിച്ച് അയാൾ നിരത്തിലേക്ക് ഇറങ്ങി.
രാഘവേട്ടൻ ആവശ്യപ്പെട്ട 300 രൂപ എണ്ണിക്കൊടുത്ത് ഞാൻ ശങ്കരൻ്റെ ഒപ്പം അങ്ങകലെ കാണുന്ന പാണൻമലയുടെ നേർക്ക് നടന്നു. ഒരു പച്ചക്കൂർമ്പൻ തൊപ്പി പോലെ പാണൻമല ഞങ്ങളുടെ മുമ്പിൽ. മനുഷ്യരും മൃഗങ്ങളും നടന്നുണ്ടായ വഴി മലമുകളിലേക്ക് കയറിപ്പോകുന്നു. എത്ര അനായാസമായാണ് ശങ്കരൻ മല കയറുന്നത്. കുഞ്ചുണ്ണിമൂത്താരെ അന്വേഷിച്ചു വരുന്നവർക്ക് ഇയാൾ വഴികാട്ടിയായിരിക്കണം. കുത്തനെയുള്ള കയറ്റം ദുഷ്കരമായിരുന്നു എനിക്ക്. പാറകളെ വലം വെച്ചും ചിലപ്പോൾ കുറ്റിച്ചെടികളിൽ പിടിച്ചും ഞാൻ കയറ്റം കയറി. എൻ്റെ ഷർട്ട് വിയർത്തൊട്ടി. അവിടെ ഇരുന്നും കിതപ്പാറ്റിയുമാണ് ഞാൻ മേലോട്ട് കയറിയത്. എൻ്റെ പാരവശ്യം ശങ്കരന് കൗതുകമായി. ഞാൻ എഴുന്നേറ്റ് ഒപ്പം വരുന്നതുവരെ ശങ്കരൻ ക്ഷമയോടെ കാത്തുനിന്നു. ഒരു പാറപ്പുറത്ത് കൊടുങ്കൈ കുത്തിയിരുന്ന് കിതപ്പാറ്റുമ്പോഴാണ് അയാൾ ആ ചോദ്യം ചോദിച്ചത്. മാഷ് കള്ളനാ? ഞാൻ പതറിപ്പോയി. കള്ളനോ? ഞാനോ? എന്താ അങ്ങനെ ചോദിക്കാൻ? കള്ളന്മാരല്ല മാഷേ മൂത്താരുടെ അനുഗ്രഹം വാങ്ങാൻ വരിക. കുഞ്ചുണ്ണി മൂത്താര് ദൈവല്ലേ? ഞാൻ വഴിപാട് കഴിക്കാനും അനുഗ്രഹം വാങ്ങാനും വന്നതാണ്. മൂത്താര് നമ്മളെപ്പോലെ മനുഷ്യനായിരുന്നു പണ്ട്, പിന്നല്ലേ ദൈവമായത്. ആ കഥകളൊന്നും നിങ്ങൾക്കറിയില്ല? അതൊന്നും എനിക്കറിയില്ല. അച്ഛൻ പറഞ്ഞു മൂത്താരെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച അനുഗ്രഹം മേടിക്കാൻ. കള്ളന്മാരും പോക്കറ്റടിക്കാരും പിടിച്ചുപറിക്കാരും തൊഴിലിന് പുറപ്പെടുന്നതിൻ്റെ മുമ്പേ മൂത്താരുടെ അടുത്ത് വരും. മൂത്താർക്ക് കോഴിച്ചോര കൊടുക്കും. മൂത്താരുടെ അനുഗ്രഹം ഉണ്ടാവും അവർക്ക് എപ്പോഴും. നിങ്ങൾ കേട്ട് കാണും, ഉടുമ്പുവാസു, അറമുറിയൻ കുഞ്ഞാപ്പു, വടിവാളു നാണു. ഈ മലമുകളിലേക്ക് അവർക്ക് വഴികാട്ടിയത് എൻ്റെ അച്ഛനാ. അച്ഛന് ആവതില്ലാതായി. ഇതിപ്പോൾ എൻ്റെ പണിയായി. അപ്പം മാഷേ നിങ്ങളുടെ വകുപ്പ് ഏതാന്നാ പറഞ്ഞത്? ഞാൻ കള്ളനല്ല ശങ്കര. എനിക്ക് മോഷണത്തിലോ പിടിച്ചുപറിയിലോ താല്പര്യമില്ല. രാഷ്ട്രീയത്തിലാ കമ്പം. അതാണ്. അപ്പം മാഷ് ഇവിടെ തന്നെ വരണം. നിങ്ങളുടെ അച്ഛന് വിവരമുണ്ട്. ഞങ്ങൾ വീണ്ടും മല കയറിക്കൊണ്ടിരുന്നു. ശങ്കരൻ കുഞ്ചുണ്ണിമൂത്താരുടെ കഥ പറയാൻ തുടങ്ങിയിരുന്നു. മഹാപരാക്രമിയായ കുഞ്ചുണ്ണിമൂത്താരുടെ കൂടെ ആഢ്യൻ നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളിലും നായർ പ്രഭുക്കന്മാരുടെ നാലുകെട്ടുകളിലും കയറി ഇറങ്ങുകയായിരുന്നു ഞാൻ. കിതപ്പും ക്ഷീണവും ഞാൻ മറന്നു. അഷ്ടിക്ക് വകയില്ലാത്ത പൊളിഞ്ഞ ഒരു നായർ തറവാട്ടിലാണ് കുഞ്ചുണ്ണി ജനിച്ചത്. 150 കൊല്ലം മുമ്പത്തെ കഥയാണ്. ചിത്രയിടത്ത് മനക്കിലെ അടിച്ചുതളിക്കാരിയായിരുന്നു അമ്മ. ആണും പെണ്ണുമായിട്ട് അമ്മയ്ക്ക് ഏക സന്താനം. വടക്കേതോ നാട്ടിൽ നിന്നും വന്ന കളരി ഗുരുക്കളായിരുന്നു അച്ഛൻ. കുഞ്ചുണ്ണി ഉണ്ടായപ്പോൾ ഗുരുക്കൾ നാടുവിട്ടു. ഊര് തെണ്ടി എവിടെയും ഉറച്ചു നിൽക്കില്ല. പോയിടത്തൊക്കെ സംബന്ധം. അച്ഛൻ്റെ കയ്യൂക്കിൻ്റെ കഥകൾ കേട്ടുവളർന്ന കുഞ്ചുണ്ണിക്ക് കളരി പഠിക്കാൻ മോഹം. അടുത്ത ദേശമായ ആലങ്ങാട്ട് കളരിയുണ്ട്. അവിടെ പോയി ചേർന്നു. ഗുരുക്കൾ പഠിപ്പിച്ചതും അതിലപ്പുറവും പഠിച്ചു. ഗുരുക്കളുടെ വത്സല ശിഷ്യനായിരുന്നു കുഞ്ചുണ്ണി. പൂട്ടുകളും അപൂർവമായ അടവുകളും മർമ്മവിദ്യകളും കുഞ്ചുണ്ണിക്ക് പറഞ്ഞു കൊടുത്തു. ഇനിയൊന്നും പഠിക്കാനില്ലെന്നായപ്പോൾ കുഞ്ചുണ്ണി കളരി വിട്ടു. എന്തിരുപത് പ്രായം, പേരെടുത്ത അഭ്യാസി. നേർക്കുനേരെ വന്നവരെ കുഞ്ചുണ്ണി അടിച്ചു നിലംപരിശാക്കി. കേൾപ്പോരും കേൾവിയുമില്ലാതെ കുഞ്ചുണ്ണി ദേശക്കവലയിൽ നെഞ്ചു വിരിച്ച് നടന്നു. കുഞ്ചുണ്ണി മീശ വെച്ചു. തേൾവാലൻ മീശ. ആചാരവിരുദ്ധമായ പ്രവൃത്തി. കുഞ്ചുണ്ണിയെ ശാസിക്കാൻ തറവാട്ടിൽ അമ്മാമ്മമാരില്ല. ദേശത്തധികാരിക്ക് കുഞ്ചുണ്ണിയോടെ മറുത്തെന്തെങ്കിലും പറയാൻ പേടി. അടിച്ചുതളിക്കാരി നാണിയുടെ മകൻ മീശ വെച്ചിരിക്കുന്നു എന്ന ഭയങ്കര വാർത്ത കാര്യസ്ഥൻ ഗോപാലൻ നായരാണ് മനക്കിലെ വലിയ തമ്പുരാൻ്റെ കാതിലെത്തിച്ചത്. ദേശത്തിനുടയോരാണ് ചിത്രയിടത്തു മനക്കാർ. തങ്ങളുടെ തട്ടകത്ത് ആർക്കെങ്കിലും വീടിന് ഓടുമേണമെങ്കിൽ വലിയ തമ്പുരാൻ്റെ അനുവാദം വാങ്ങണം. കാക്കകളും പറക്കില്ല. വലിയ തമ്പുരാന് ശുണ്ഠി വരികയാണെങ്കിൽ അന്ന് ആ ദേശത്ത്. നായര് മീശ വയ്ക്കുക, മീശ പിരിച്ച് നാടുവഴികൾ കൂടി നെഞ്ചു വിരിച്ച് നടക്കുക, അത് അനുവദിക്കാൻ വയ്യെന്ന് തമ്പുരാൻ നിശ്ചയിച്ചു. രാത്രി നേരം 8-10 ബാല്യക്കാരെ ഗോപാലൻ്റെ കൂടെ വിട്ടു. ആ ശപ്പനെ പിടിച്ച് തെങ്ങിന്മേൽ കെട്ടിയിടുക, അടിച്ച് എല്ലാന്തരം നുറുക്കുക, കൊല്ലരുത്. എന്നിട്ട് വലത്തെ മീശ അങ്ങോട്ട് വടിക്കുക. ഒരു പാഠം പഠിക്കട്ടെ ഏബ്യൻ. തമ്പുരാൻ്റെ ഇംഗിതം നടന്നില്ല. കയ്യാങ്കളിക്ക് വന്ന 10 തടിയന്മാരെയും കൂട്ടത്തിൽ ഗോപാലൻ നായരെയും കുഞ്ചുണ്ണി ഇടിച്ച് പപ്പടമാക്കി. എന്നിട്ടും കുഞ്ചുണ്ണിക്ക് അരിശം തീർന്നില്ല. അതിൻ്റെ പിറ്റേന്ന് രാത്രി മനയിൽ അതിക്രമിച്ചു കയറി വലിയ തമ്പുരാൻ്റെ ആമാടപ്പെട്ടി എടുത്ത സ്ഥലം വിട്ടു. തിരുമേനി ഒറ്റപ്പാലത്ത് നിന്ന് പോലീസിനെ വരുത്തി. ചോന്ന തൊപ്പിക്കാരുടെ വരവുണ്ടാവുമെന്ന് മനസ്സിലായപ്പോൾ കുഞ്ചുണ്ണി പാണൻമല കയറി. പാണൻമല കയറാനോ കുഞ്ചുണ്ണിയെ പിടിക്കാനോ പോലീസുകാർക്ക് ധൈര്യം വന്നില്ല. അഭ്യാസികളിൽ അഭ്യാസിയാണ് കുഞ്ചുണ്ണിയെന്ന് പോലീസുകാർ കേട്ടു. എന്തിനു വെറുതെ ഇറച്ചിയിൽ മണ്ണ് പുരളണം? അവനെ കയ്യും കാലും കെട്ടി മുമ്പിൽ കൊണ്ടുവന്നിട്ടാൽ ആലോചിക്കാൻ തമ്പുരാനെ എന്ന് പറഞ്ഞ് പോലീസുകാർ മടങ്ങിപ്പോയി.
ഏതായാലും നനഞ്ഞിറങ്ങി. എങ്കിൽ കുളിച്ചു കയറാമെന്ന് കുഞ്ചുണ്ണിയും ഉറപ്പിച്ചു. കുഞ്ചുണ്ണിക്ക് ശിക്ഷപ്പെട്ട് ചങ്കുറപ്പുള്ള കുറച്ച് ചെറുപ്പക്കാരും മലകേറി. കുഞ്ചുണ്ണിയുടെയും ശിഷ്യന്മാരുടെയും സ്ഥിരതാമസം മലമുകളിലായി. രാത്രിയുടെ മറപറ്റി കുഞ്ചുണ്ണിയും സംഘവും മലയിറങ്ങി. പ്രമാണിമാരുടെ ഇല്ലങ്ങളും ഭവനങ്ങളുമാണ് കുഞ്ചുണ്ണി നോട്ടമിട്ടത്. ഉമ്മറവാതിൽ ചവിട്ടിപ്പൊളിച്ച് കുഞ്ചുണ്ണി അകത്ത് കടന്നു. ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചവരെ വാൾമുനയിൽ നിർത്തി. കാരണവരെ കൊണ്ട് തന്നെ മച്ചറ തുറപ്പിച്ചു. അയൽദേശങ്ങളിലും കുഞ്ചുണ്ണി ഇളകിയാടി. കുഞ്ചുണ്ണിയെ പിടിക്കാൻ നാട്ടുകൂട്ടങ്ങൾ പെരുവഴികളിൽ കാത്തുനിന്നു. കൂസലേതും കൂടാതെ കുഞ്ചുണ്ണി അവർക്ക് നേരെ ചെന്നു. കുഞ്ചുണ്ണിയെ പിടികൂടാൻ കുറുവടിയും വടിവാളുമായി നിന്നവർ കണ്ട വഴിക്കോടി രക്ഷപ്പെട്ടു. കുഞ്ചുണ്ണി മൂത്താരായി. ദേശവാസികൾ കുഞ്ചുണ്ണി മൂത്താരെ കണ്ട് തലേക്കെട്ടഴിച്ച് ഓച്ചാനിച്ചു നിന്നു. കുഞ്ചുണ്ണി മൂത്താരെ കുത്തിക്കവർച്ചയും പിടിച്ചുപറിയും നിർത്തി. മൂത്താര് പാവങ്ങളുടെ തമ്പുരാനായി. പുരകെട്ടിമേയാനും പെൺമക്കളെ കെട്ടിച്ചു വിടാനും ദേശവാസികളെ കൈയയച്ചു സഹായിച്ചു. കുഞ്ചുണ്ണി മൂത്താരെ പകൽ വെളിച്ചത്തിൽ നാട്ടിലിറങ്ങി നടന്നു. അപ്പോഴും പാണന്മലയിലായിരുന്നു കുഞ്ചുണ്ണി മൂത്താരുടെയും കൂട്ടാളികളുടെയും താവളം. തലയെത്തട്ടി വന്ന് കുഞ്ചുണ്ണിയുടെ അമ്മ മരണപ്പെട്ടു. കുറേ കാലം ചോർന്നൊലിച്ചു നിന്നു കുഞ്ചുണ്ണി മൂത്താരുടെ തറവാട്. കാറ്റും മഴയും ഒന്നിച്ചു വന്ന ഒരു ദിവസം വീട് കമിഴ്ന്നടിച്ചു വീണു. കുഞ്ചുണ്ണി മൂത്താരുടെ തൊഴിലിൻ്റെ സ്വഭാവം മാറി. പട്ടാപ്പകൽ ജന്മിത്തമ്പുരാക്കന്മാരുടെ മാളികയിൽ കയറി ചെല്ലുക. പൂമുഖത്തെ തമ്പുരാനോടൊപ്പം കാലിന്മേൽ കാല് കയറ്റിവെച്ച് അങ്ങിരിക്കുക. ഇത്ര വരാഹൻ, ഇത്ര ബ്രിട്ടീഷ് രൂപ. ഇപ്പോഴേ തരുന്നോ അതോ രാത്രി വരണോ തമ്പുരാനെ മുഖം കാണിക്കാൻ? കുഞ്ചുവിന് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? കുഞ്ചു ഇരിക്കേ, ദാ ഇപ്പം കൊണ്ടുവരാം. പോലീസിൽ പരാതി ബോധിപ്പിക്കാനും വയ്യ. തമ്പുരാൻ സന്തോഷിച്ചു കൊടുക്കുന്നതല്ലേ കുഞ്ചുണ്ണിക്ക്. കുഞ്ചുണ്ണിയെ മലമുകളിലെ താവളത്തിൽ ചെന്ന് വളഞ്ഞു പിടിക്കാനായിരുന്നു മേലധികാരത്തിൽ നിന്നുള്ള കൽപ്പന. ചെങ്കുത്തായ മല കയറാനും കുഞ്ചുണ്ണിയെ പിടിക്കാനും ആർക്കാണ് ഇത്ര വാശി? കുഞ്ചുണ്ണി കവർച്ചയും പിടിച്ചുപറിയും നിർത്തിയതുകൊണ്ടും പരാതി ബോധിപ്പിക്കാൻ ആരും സ്റ്റേഷനിൽ വരാത്തതുകൊണ്ടും കാലിൻ്റെ മുട്ടുവിറയ്ക്കാതെ പോലീസിന് ദേശത്തിറങ്ങി നടക്കാമെന്നായി. കാലമ്പാമ്പ് കടിച്ച മാഷേ കുഞ്ചുണ്ണി മൂത്താർ മരിച്ചത്. മലമുകളിൽ വെച്ചാണ് കുഞ്ചുണ്ണി മൂത്താർക്ക് സർപ്പദംശനം ഉണ്ടായതത്രേ. ഒരു പാതിര നേരത്തെ കൂറ്റിരുട്ട്. എങ്ങനെ മൂത്താരെ മലയിറക്കി കൊണ്ടുവരും? പുലർച്ചെ വിഷഹാരിയെ അന്വേഷിച്ച് കൂട്ടാളികളിൽ ചിലർ നാട്ടുംപുറത്തെത്തി. കത്തികാട്ടി ഭീഷണിപ്പെടുത്തേണ്ടി വന്നു വൈദ്യരെ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ. കുഞ്ചുണ്ണി മൂത്താരെ താഴേക്ക് കൊണ്ടുവരുവാനും വയ്യല്ലോ. പോലീസ് മണത്തറിയും. ബോധം കെട്ട് കിടക്കുന്നയാളെ എളുപ്പത്തിൽ കയ്യാമം വയ്ക്കുകയുമാവാം. വേണമെങ്കിൽ കയ്യും കാലും ചങ്ങലക്കിട്ട് പൂട്ടാം. എത്രയെങ്കിലും കേസുകെട്ടുകളുണ്ട് പൊടി തട്ടിയെടുക്കാൻ. കിതച്ച് തളർന്ന വൈദ്യര് മലമുകളിൽ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. മൂത്താരെ മലയിൽ തന്നെ ചിതകൂട്ടി ദഹിപ്പിച്ച് കൂട്ടാളികൾ മലയിറങ്ങി. ഏതേതോ നാടുകളിൽ പോയി പറ്റി. പോലീസിൻ്റെ കയ്യിലെങ്ങാനും പെട്ടുപോയാലോ ചവിട്ടിക്കൂട്ടുമെന്നും ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കേണ്ടി വരുമെന്നും അവർക്ക് നന്നായി അറിയാം. കുഞ്ചുണ്ണി മൂത്താരില്ലാത്ത മലമുകളിലേക്ക് പോലീസ് സംഘം ധൈര്യമായിട്ട് കയറിച്ചെന്നു. ആളൊഴിഞ്ഞ കുടിലുകളും പൊട്ടിപ്പൊളിഞ്ഞ പാത്രങ്ങളും തീയരിയാത്ത കല്ലെടുപ്പും മാത്രം കണ്ടു. പോലീസുകാർ ആശ്വാസത്തോടെ മലയിറങ്ങി. മരണപ്പെട്ടിട്ടും കുഞ്ചുണ്ണി മൂത്താര് ദേശം വിട്ടുപോയില്ല. നട്ടപ്പാതിര നേരത്ത് അലർച്ചകളും അട്ടഹാസങ്ങളും കേട്ടു തുടങ്ങി. ആ സമയത്ത് പെരുവഴികളിൽ വന്നുപെട്ടവർ മൂത്താരുടെ പ്രേതത്തെ കണ്ടു പേടിച്ചു. പനി പിടിച്ചു കിടന്നു. മൂത്രമൊഴിക്കാൻ പോലും പുറത്തിറങ്ങാൻ ദേശവാസികൾ ഭയപ്പെട്ടു. അങ്ങനെ ഇങ്ങനെയൊന്നും കുഞ്ചുണ്ണി മൂത്താരുടെ പ്രേതം ഈ നാട് വിട്ടു പോവില്ല. ദുർമരണം സംഭവിച്ചതാണ്. മരണാനന്തര ക്രിയകൾ ചെയ്യാനോ പിണ്ടം ഉരുട്ടിവെച്ച് കാക്കകളെ കൈകൊട്ടി വിളിക്കാനോ ആത്മാവിനെ പിതൃലോകത്തേക്ക് പറഞ്ഞയക്കാനോ കുഞ്ചുണ്ണി മൂത്താർക്ക് അനന്തരവന്മാരുണ്ടായില്ല. നാട്ടുപ്രമാണിമാർ വട്ടം കൂടിയിരുന്ന് ആലോചിച്ചു. പ്രശ്നം വെച്ച് നോക്കാം. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതന്മാരായ കിഴക്കേ വാര്യത്ത് ശൂലപാണി വാര്യരെയും കളരിക്കൽ ബാലകൃഷ്ണ പണിക്കരെയും മൂത്തേടത്ത് രാമൻ നമ്പൂരിയെയും വരുത്തി. ചിത്രയിടത്ത് മനക്കിലെ പത്തായപ്പുരയിൽ വെച്ചായിരുന്നു പ്രശ്നവിചാരം. മനക്കിലെ മുറ്റത്ത് പൂഴിയിട്ടാൽ ഉതിരാത്ത പുരുഷാരം. കുഞ്ചുണ്ണി മൂത്താർക്ക് പാണന്മലയുടെ മുകളിൽ അമ്പലം പണിയണം. കരിങ്കല്ലിൽ മൂത്താരിയുടെ രൂപം കൊത്തി അമ്പലത്തിൽ പ്രതിഷ്ഠിക്കണം. പൂജകളൊന്നും വേണ്ട. ആഘോഷങ്ങളും മൂത്താർക്കിഷ്ടമല്ല. മൂത്താരെ തൊഴുതു പ്രാർത്ഥിക്കാൻ വരുന്നവർ പൂവൻകോഴിയെ കൊണ്ടുവരണം. കോഴിച്ചോര വിഗ്രഹത്തിൽ ഒഴിക്കണം. എങ്കിൽ കുഞ്ചുണ്ണി മൂത്താർക്ക് സന്തോഷാവും. അങ്ങനെയാണ് മോഷണവും പിടിച്ചുപറിയും തൊഴിലാക്കുന്നവർക്ക് അവർക്കായൊരു ദൈവമുണ്ടായത്. ശങ്കരൻ കഥ അവസാനിപ്പിച്ചപ്പോഴേക്കും ഞങ്ങൾ മലമുകളിൽ എത്തിക്കഴിഞ്ഞിരുന്നു.
തോൾസഞ്ചിയിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ഞാൻ തന്നെ കോഴിയുടെ തലയറുത്തു. ആദ്യമായാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുന്നത്. ശങ്കരൻ കോഴിയെ ഒതുക്കി പിടിച്ചു തന്നു. കോഴിയെ തലകീഴായി പിടിച്ച് ചോര മുഴുവൻ വിഗ്രഹത്തിലെ നെറുകയിലൊഴുക്കി. വിഗ്രഹം എന്ന് പറയാനൊന്നുമില്ല, ആളിൻ്റെ രൂപം കൊത്തിവെച്ചൊരു കല്ല്. കണ്ണടച്ചു നിന്ന് ഞാൻ കുഞ്ചുണ്ണി മൂത്താരെ പ്രാർത്ഥിച്ചു. കോഴിയുടെ ചോര വാർന്ന ഉടലെ കാടിൻ്റെ ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ ഞങ്ങൾ മലയിറങ്ങി തുടങ്ങി. താഴെ കാടിൻ്റെ അഗാധതയിൽ കുറുക്കന്മാരുടെ ഓരിയിട കേൾക്കുന്നു. ഞാൻ എറിഞ്ഞുകൊടുത്ത തലയില്ലാത്ത പൂവൻകോഴിയെ വട്ടം കൂടി നിന്ന് കടിച്ചു വലിക്കുകയായിരിക്കും കുറുക്കന്മാർ. മൂത്താരിക്ക് സന്തോഷമായി മാഷേ, കേട്ടില്ലേ കുറുക്കന്മാരുടെ ഓളി? ഇരുട്ട് വീണു തുടങ്ങിയിരിക്കുന്നു. അടിവാരത്തെത്തുമ്പോൾ 500-ൻ്റെ ഒരു നോട്ട് ഞാൻ ശങ്കരൻ്റെ കീശയിലിട്ടു കൊടുത്തു. ഇനിയും വരണം മാഷേ, ഞാൻ ഇവിടൊക്കെ തന്നെ കാണും. രാഘവേട്ടനോട് ചോദിച്ചാൽ മതി, വീട്ടിലേക്ക് വഴി പറഞ്ഞു തരും. വടക്ക് നിന്ന് ബസ്സിൻ്റെ ഇരമ്പം കേൾക്കുന്നു. 9 മണിക്ക് ഒറ്റപ്പാലത്ത് നിന്ന് വെസ്റ്റ് കോസ്റ്റ് കിട്ടും. അതുവരെ സമയമുണ്ട്. വിശപ്പും ദാഹവും മറന്നിരിക്കുകയായിരുന്നു ഇത്രയും നേരം. ടൗണിലെത്തിയിട്ട് വേണം കാര്യമായ എന്തെങ്കിലും കഴിക്കാൻ. ബസ്സിലിരുന്ന് ഞാൻ കുഞ്ചുണ്ണി മൂത്താരുടെ വീരകഥകൾ അയവിറക്കുകയായിരുന്നു. കള്ളന്മാരും കവർച്ചക്കാരും മാത്രമല്ല, രാഷ്ട്രീയത്തിലിറങ്ങാൻ കുപ്പായം തയ്ക്കുന്നവരും കുഞ്ചുണ്ണി മൂത്താരെ കാണാൻ വരുന്നുണ്ടെന്നാണ് ശങ്കരൻ പറയുന്നത്. എന്നിട്ടും കുഞ്ചുണ്ണി മൂത്താരെ കാണാൻ ഒരിക്കൽ പോലും അച്ഛൻ വന്നില്ല. അച്ഛൻ്റെ ഓരോരോ കാര്യങ്ങൾ. പ്രകാശൻ ചുനങ്ങാടിൻ്റെ പാണൻമലയിലെ ദൈവം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.